നിങ്ങൾ AGI എന്ന് കേട്ടിട്ടുണ്ടോ? AGIൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്യാപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമൻ ലൈക്ക് ഇതിന് തിങ്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ആസ് എ ഹ്യൂമൻ നമ്മൾ പല കാര്യങ്ങളും നമ്മളെ പാരൻസിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചിട്ടുണ്ടാവും. അതായത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പം അത് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളൊരു അറിവ് നമുക്ക് ഓൾറെഡി ട്രെയിൻ ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ കടന്നു പോകുമ്പം ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത പല സാഹചര്യങ്ങളും നമ്മൾ പെട്ടുപോകും. അപ്പം അതിൽ നിന്ന് ഒന്ന് കരകയറാനൊക്കെ നമ്മൾ സ്വയം ചിന്തിച്ച് ആ പാറ്റേണൊക്കെ മനസ്സിലാക്കി നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തും. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാപ്പബിലിറ്റി ആയിരിക്കും ഈ AGI എന്ന് പറഞ്ഞ സിസ്റ്റത്തിന് ഉണ്ടാവുക. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് ചാറ്റ് ബോട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വോയിസ് അസിസ്റ്റൻ്റ് ആയിക്കോട്ടെ, ഇമെയിൽ സ്പാം ഡിറ്റക്ടർ ആയിക്കോട്ടെ, അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ വരുന്നത് ANI എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയാണ്. അതായത് ആർട്ടിഫിഷ്യൽ നാരോ ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ അതിനെ നാരോ എന്ന് വിളിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു ലാർജ് ഡാറ്റ സെറ്റ്സ് ഓൾറെഡി ട്രെയിൻ ചെയ്തിട്ട് അതിനനുസരിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. ഒരു സിറ്റുവേഷൻ വരുമ്പം ആ പാറ്റേൺ അത് റെക്കഗ്നൈസ് ചെയ്യും, എന്നിട്ട് അതിന് അനുസരിച്ച് അത് ബിഹേവ് ചെയ്യും. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊരു സ്പെസിഫിക് ഒരു ഡൊമൈൻ അല്ലെങ്കിൽ സ്പെസിഫിക് ഒരു ടാസ്ക് ആയിരിക്കും ഈ ANI എന്ന് പറഞ്ഞ കാര്യങ്ങൾ വരുന്നത്. പക്ഷേ AGI എന്ന് പറഞ്ഞാൽ ലൈക്ക് എന്താ പറയുക, ഹ്യൂമൻ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതേപോലെ ചിന്തിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കും. അപ്പം ഇതാണ് ആക്ച്വലി ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ AGI ആൻഡ് ANI എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.